കാര്യം പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാക്ഷ്യം പറയണമെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മളെ കുറിച്ച് പറയുന്നവരെ ഓർത്ത് നാം ഒന്നും ചെയ്യാതെ പ്രവർത്തിക്കാതെ ഒന്നും ഇരിക്കണ്ട. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാൻ പറയേണ്ടോ പറഞ്ഞോട്ടെ. കർത്താവിന്റെ വേല നടക്കും. ഒരു സ്തേഫാനസിനെ കൊല്ലുവാനേ ഒക്കത്തുള്ളൂ, ഒരു പൗലോസിനെ പിടിച്ച് ജയിലിലിടാനേ ഒക്കത്തുള്ളൂ, ഒരു പത്രോസിനെ ക്രൂശിക്കാനേ ഒക്കത്തുള്ളൂ, ഒരു ബേബി ഓറിസിനെ കൊല്ലാനേ ഒരു പക്ഷേ ഒക്കത്തുള്ളൂ, അല്ല ഇല്ലാവചനം പറഞ്ഞ് നശിപ്പിക്കാനേ ഒക്കത്തുള്ളൂ. പക്ഷെ 10 ബേബി ഓറിസിനെ ദൈവം ഉയർത്തെടുപ്പിക്കും. കർത്താവിന്റെ വേല നടക്കും. കർത്താവിന്റെ വരവ് വരെ ചിലരൊക്കെ ചർച്ച വിട്ട് പോകുമ്പോൾ പറയും ഞാനിതിലെ പോയി പിന്നെ അതിനെ കണ്ടില്ലെന്നൊക്കെ സാക്ഷ്യം പറഞ്ഞ് പോകുന്നവരുണ്ട്. ചർച്ചയിൽ നിന്ന് പോകുമ്പോൾ ബാക്കിയൊക്കെ കൂട്ടിയത് ഞാൻ പിന്നെ അതിനെ പോയി അതിനെ കണ്ടില്ലെന്ന്. ഈ പുള്ളി പോയത് കൊണ്ട് ചർച്ച അനുഗ്രഹിക്കപ്പെട്ടത് ഇവിടെ സഭയിൽ കൂടുതൽ വിശ്വാസികൾ വരുന്നുണ്ട്. പിന്നെയും പുള്ളി വരുമ്പോൾ ചർച്ച നിൽക്കുന്നത് കാണുമ്പോൾ ഇസഹാക്കിന്റെ കൃഷി അനുഗ്രഹിക്കുന്നത് കൊണ്ട് കാണുമ്പോൾ ഈ പുള്ളിക്ക് കുശുക്ക് വരുന്നത് എന്തോ ചെയ്യാനോ. ഇതോർത്ത് നീ കൃഷി ചെയ്യാതിരിക്കണ്ട. നിന്റെ കൃഷി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിന്റെ കൃഷിയെ വളർത്തുന്നത് ദൈവമാണ്. മറന്നുപോലെ ദൈവമാണ്. ഞാൻ ഇത്രയും കാര്യം ഹൃദയത്തിന്റെ അകത്തും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്, തുറന്നു. അതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, ആരെയും ഓർത്ത് ദുഃഖിക്കേണ്ട, ആരെയും ഓർത്ത് വിഷമിക്കേണ്ട. സന്തോഷത്തോടെ കർത്താവിന്റെ വേല ചെയ്യും. കർത്താവ് നമ്മളെ സഹായിക്കും. ഈ റീജനെ ഇനിയും ദൈവം അനുഗ്രഹിക്കും. ഇനിയും ദൈവം ഉയർത്തും. കർത്താവിനോട് താമസിക്കും. ശക്തന്മാരെ ദൈവം ഇത്രത്തോളം നമുക്ക് നേതാക്കന്മാരായിട്ട് തന്നു. ഇനിയും ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ബേബി ഓറിസ് ഇല്ലെങ്കിൽ റീജൻ നശിച്ചു പോകുന്ന ബേബി ഓറിസ് ചിന്തിക്കുന്നെങ്കിൽ ബേബി ഓറിസിനെ പോലെ അധമൻ ഈ ലോകത്തിലില്ല. ചിലരുടെ ചിന്ത നമ്മളെ പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ല, ദൈവമാണെന്ന്. കാള വരണ്ടാലും പെട്ടെന്ന് കുലുങ്ങുന്നേ കണ്ടാലും ശുശ്രൂഷ ഏക്കാത്തവൻ, ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടില്ലാത്തവൻ തൊടാൻ പോരുന്നേ ഉള്ളൂ. അത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ ഇവിടുന്ന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആകെ കർത്താവിന്റെ വേലയിൽ ഈ റീജനിൽപ്പെട്ട ഓരോ ശുശ്രൂഷകരും ഓരോ ദൈവമക്കളും വളർന്നു വരണം. ദിവസം തോന്നും മനുഷ്യൻ നമ്മെ കുറിച്ച് എന്തും പറയട്ടെ, നമ്മുടെ നേതാവിന് കിട്ടിയത് അതാണ്. നേതാവിന് കിട്ടിയ ക്രൂശാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഈ ചെറുതാണ് വലുത്. കർത്താവിന്റെ വേല ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ കൊണ്ട് പറഞ്ഞു തന്നാൽ എനിക്ക് ആകെപ്പാടെ ഒരു തന്ന മിനിറ്റ് ഞാൻ എടുത്തുള്ളൂ. അതും ഇച്ചിരി കുറച്ചിരിക്കുക. കാരണം ഇച്ചിരി കഴിയുമ്പോൾ വേറെ 2 മിനിറ്റ് എടുക്കാമെന്ന്. പുറന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ സിൽവർ ജൂബിലി ഇനിയും സ്തോത്രം. ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നടക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയും നമുക്ക് ആവശ്യമുണ്ട്. ഉത്തേജനം നമുക്ക് കിട്ടുന്നത് ആവശ്യമുണ്ട്. ആശംസകൾ കിട്ടേണ്ടത് ആവശ്യമുണ്ട്. ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എല്ലാം നടക്കണം. എല്ലാം നന്നായി നടക്കണം. സമയത്ത് നമുക്ക് നിർത്തണം. ഇത് നിർത്തിയിട്ട് വേണം എനിക്ക് ഉടനെ എൻ്റെ താമസത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒരു പ്രിയപ്പെട്ടവൻ സ്ട്രോക്കായിട്ട് വെല്ലൊരുത്തരാണ്. ഞാൻ എപ്പോൾ ഇവിടുന്ന് തിരിക്കുന്നു അപ്പോഴേ അവർ ബാക്കി ക്രമീകരണം ചെയ്യത്തുള്ളൂ. അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ട് അങ്ങ് വരാമെന്നവരോട് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ നിന്നത്. ദൈവത്തിന് അത് ഇതിന് നിൽക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. കഴിഞ്ഞ 25 വർഷം ഈ റീജനെ കൊണ്ടുവന്ന് ഞാൻ ഈ റീജനിൽ ആദ്യം മുതലുള്ളപ്പം ഇവിടെ സംബന്ധിച്ചില്ലെങ്കിൽ ഹൃദയത്തിൽ വേദനയാകുമല്ലോ എന്ന് ഓർത്തങ്ങ് നിന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് ആരും ശത്രുക്കളില്ല കേട്ടോ. എനിക്ക് ആരോടും പിണക്കവുമില്ല. എന്നോട് ആരെങ്കിലും ഇന്നത് പറഞ്ഞു, ഇന്നാണ് അച്ഛനെ കുറിച്ച് ഇന്ന പറഞ്ഞു, മാസ്റ്ററെ കുറിച്ച് ഇന്ന പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പറഞ്ഞവരോട് സ്നേഹം, വന്ന് പറഞ്ഞവരോട് സ്നേഹമാണ്. ഞാൻ പറഞ്ഞ പോലെ ഓർക്കും, യവൻ ഒരുത്തം മാത്രം വഴുതി പോരുന്നില്ല എന്നോട് വിവരം അറിയിക്കാറുണ്ട്. അങ്ങനെ ഓർത്തിച്ചിരിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടുത്തത് റിപ്പോർട്ട് വായനയാണ്. കറന്റ് സെക്രട്ടറി ആയിരിക്കുന്ന അലക്സ വെട്ടിക്കലിനെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. 25ാം വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. ഈ 25 വർഷത്തെ റിപ്പോർട്ട് വായിക്കണമെങ്കിൽ നിങ്ങൾ എത്ര സമയം എനിക്ക് തരുമെന്നറിയണം. 1 വർഷത്തെ റിപ്പോർട്ട് പറയാൻ 1 മിനിറ്റ് വെച്ചെടുത്താലും എനിക്ക് 25 മിനിറ്റ് കിട്ടും. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്ത് കൊടുത്ത പ്രോഗ്രാം അനുസരിച്ച് ഇവിടെ നിന്ന് മിഡ് നൈറ്റ് വരെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. സാധാരണ നിലയിൽ ഏറ്റവും അധികം ഹോംവർക്ക് ചെയ്യുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സെക്രട്ടറിമാർ.
ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് സെക്രട്ടറിമാരായിട്ട് ഇരുന്നിട്ടവർക്ക് അറിയാം. ട്രഷറർമാർക്ക് മണി കുറവല്ല എങ്കിൽ ഹോംവർക്ക് കൂടുതൽ ചെയ്യുന്നത് സെക്രട്ടറിമാരാണ്. അതുകൊണ്ട് സെക്രട്ടറിമാരായിട്ട് ഇരുന്നിട്ടുള്ളവരെ പ്രത്യേകം ഞാൻ ഈ ആരംഭത്തിൽ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ 25 മിനിറ്റോ ഒന്നും എടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ ഒരു ബഞ്ച് ഓഫ് പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം കൂടെ വായിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ സമയം വരും. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഞാൻ ടൈപ്പ് ചെയ്ത് എഴുതി കൊടുത്തത് അത് പാലിക്കേണ്ട കടമ എൻ്റെ ആയതുകൊണ്ട് ഞാൻ ആ സമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വായന കൂടാതെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും സദയം അക്കാര്യത്തിൽ എന്നോട് ക്ഷമിക്കുകയും സമയത്തിൻ്റെ പരിമിതിയിൽ എന്നോട് നിങ്ങൾ സഹകരിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കൊറ്റ കാര്യമേ പറയുവാനുള്ളൂ. ശമൂവേൽ പറഞ്ഞതുപോലെ യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് എബനേസർ എന്ന് പേരിട്ടു. കഴിഞ്ഞ 25 വർഷം IPC മിഡ് വെസ്റ്റ് റീജിയനുള്ള ബന്ധത്തിൽ എൻ്റെ ദൈവം, നമ്മുടെ ദൈവം എബനേസറായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ഇത്രത്തോളം നടത്തി, ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നു. കരാകുലിതമായ സഭകൾ കൊണ്ട് ആരംഭിച്ച നമ്മുടെ ഈ മിഡ് വെസ്റ്റ് റീജിയനെ ദൈവം ഇത്രത്തോളം വളർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 60കളുടെ ഉത്തരാർത്ഥത്തിലും 70കളുടെ ആരംഭത്തിലും 70കളിലുമൊക്കെ ഈ രാജ്യത്തേക്ക് കുടിയേറിയ നമ്മുടെ മലയാളി പെന്തക്കോസ്തുകാർ, വിശിഷ്യ ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു ഭൂരിപക്ഷം ആളുകളും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോട് ബന്ധപ്പെട്ടവരാണ്. ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോട് ബന്ധപ്പെട്ട് ലോകത്തിന്റെ ഏത് വൻകരകളിൽ പോയിട്ടുണ്ടോ അവർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സഭകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാജ്യത്തും വന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഉപരിപഠനത്തോടുള്ള ബന്ധത്തിൽ, വേദപഠനത്തോടുള്ള ബന്ധത്തിൽ, ജോലിയുള്ള ബന്ധത്തിൽ രാജ്യത്തേക്ക് കടന്നു വന്ന ദൈവദാസന്മാരും, വിശിഷ്യ ഈ ടെക്സസ്, ഒക്ലഹോമ സ്റ്റേറ്റുകൾ കടന്നു വന്ന ദൈവദാസന്മാരും ദൈവമക്കളും ആഗ്രഹിച്ച പ്രകാരം ഈ ചെറിയ നിലയിൽ ആരംഭിച്ചതായ നമ്മുടെ ഈ പ്രസ്ഥാനം ഇത്രത്തോളം വളർത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിരവധി പേരുകൾ എനിക്ക് എടുത്തു പറയുവാനുണ്ട്. എന്നാൽ ഞാൻ അതിലൊന്നും മുതിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, സമയത്തിന്റെ പരിമിതി ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എല്ലാവരുടെയും പേരുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ സമയത്തെ ഭയപ്പെടുന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതിനാരംഭം കുറിച്ച് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഉമ്മൻ എബ്രഹാമിനെ വീണ്ടും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. നല്ല നല്ല തുടക്കങ്ങൾക്ക് ആരംഭം കുറിച്ചതായ ആ വലിയ മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ വലിയ മനുഷ്യൻ ഇന്ന് ദൈവസ്ഥലം വിശ്രമിക്കുന്നുവെങ്കിലും തീർച്ചയായും ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹം തുടങ്ങി വെച്ച പല പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും ഇന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളെ പിൻപറ്റുവാൻ ശക്തന്മാരായ ദൈവീയ അഭിഷേകം പ്രാപിച്ചതായ ശക്തന്മാരായ കർത്തൃദാസന്മാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ഈ രാജ്യത്ത് വിശിഷ്യ ഈ റീജിയൻ എല്ലാ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. തോളോട് തോൾ ചേർന്നുകൊണ്ട് കഴിഞ്ഞ 25 വർഷം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ റീജിയനിൽപ്പെട്ട എല്ലാ സഭകളെയും ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ശക്തമായ സപ്പോർട്ട് നൽകുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നേതൃത്വത്തെ ഓർത്ത്, കർത്തൃദാസന്മാരെ ഓർത്ത്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ജനറൽ ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എല്ലാവരുമുള്ള നന്ദി പ്രത്യേകം അറിയിപ്പിക്കുകയും പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എബനേസർ. നമ്മുടെ കൂടിവരവുകളിൽ സംഘത്തിനും വായിക്കുക, പാടുക, പ്രാർത്ഥിക്കുക, പ്രസംഗം, ഇതൊക്കെ അത്യാവശ്യം. അതുകൊണ്ട് താങ്ക്സ് ഗിവിംഗ് സാംസ് കർത്താവ് ദാസൻ പാസ്റ്റർ ജോൺ വറീസ് മുമ്പോട്ട് കടന്നു വന്ന് സാംസ് വായിക്കും. സ്തുതിച്ചേ shall we stand. മനമേ നിത്യവും നിൻ ജീവനാഥനെ യേശുവേ സ്തുതിച്ചേ. മനമേ നിത്യവും നിൻ ജീവനാഥനെ യേശുവേ
നാം എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ 136 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ടാണ് സാധാരണ നാം സങ്കീർത്തനം വായിക്കാറുള്ളത്. ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യത്തിന്റെയും ആദ്യ ഭാഗം ഞാൻ വായിക്കുകയും രണ്ടാം ഭാഗം അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് നിങ്ങൾ പ്രതിഗാനമായി ആലപിക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. We are going to read Psalm number 136. And in response, actually when I say in response, I will read the first segment of every verse, and the second segment, the last segment, you will respond by He is good, His mercy endureth forever. Hallelujah. Praise the Lord. ഞാൻ വായിക്കുന്നു 136 സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താദി കർത്താവിനെ സ്തോത്രം ചെയ്യുവീൻ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവനെ, മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവനോ, അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവനോ, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന്, അതിന്റെ നടുവിൽ കൂടെ ഇസ്രായേലിനെ കടത്തിയവന്, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിയവന്, മഹാരാജാക്കന്മാരെ സംഹരിച്ചവന്, ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അമോര്യരുടെ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു. തന്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നമ്മുടെ വൈരിയുടെ കയ്യിൽ നമ്മെ വിടുവിച്ചവന്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, സ്വർഗസ്ഥനായ